എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടപ്പാറയിലാണ്. ഇവിടെ ഞാനൊരു സ്വിഗ്ഗിയിൽ ഓർഡർ കൊണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഫ്രീ ആയിട്ട് നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയ. ഇപ്പം സമയം 4:33. കോടയാണോ മഞ്ഞാണോ രണ്ട് ഓരോ കാണല്ലോ. ഇത് നമുക്ക് മഞ്ഞ് അവിടെയൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ബട്ട് നല്ല രസമുണ്ട്. വട്ടപ്പാറയിൽ നിന്നും ഒരു യാത്രയല്ല, തിരിച്ച് ഞാൻ കേശവദാസപുരത്തേക്ക് പോവുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വ്ളോഗ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. സ്ഥലം ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ സ്ഥലം കുറച്ച് ക്രാംപ്ഡാണ്. KSRTCസും പിന്നെ കാറും അതും ഇതൊക്കെ ശരിക്കും ഉണ്ട്. പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് മല സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. വളവിൽ ഇങ്ങനെ തിരിഞ്ഞൊന്നും നോക്കാൻ പാടില്ല. എന്തായാലും ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല. ഇവിടുന്ന് കേശവദാസപുരത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. ആ 10-12 കിലോമീറ്റർ ചുമ്മാ വണ്ടി ഓട്ടിച്ച് പോകുമ്പോഴത്തേക്കും ബോറടിക്കും. ക്യാമറ എടുത്ത് വെച്ച് എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചു. കൂടാതെ ഈ സ്ഥലം കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടേക്കാൻ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വീടുള്ളവർക്ക് സ്റ്റേ ഒപ്പില്ല, എപ്പം വേണോ ഇങ്ങോട്ട് വരികയും ചെയ്യാം. റോഡ് ഇടയ്ക്ക് വെച്ച് ഇതേപോലെ വെടിവൊക്കെ വെടിപ്പ്. പറയാൻ തക്കതായിട്ട് വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടത്. എസ്പെഷ്യലി മിക്കവാറും മൈക്ക് വാങ്ങിച്ചേ പറ്റും കേട്ടോ. എനിക്കിതിപ്പോൾ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്നു വെച്ചാണ് ഞാൻ എക്സ്ട്രീ അങ്ങനെ ക്യാമറ ഇരിക്കുന്ന കണ്ട് തലക്കേടില്ലാത്ത സ്ഥലം കേട്ടോ. പക്ഷെ മെയിൻ റോഡായതുകൊണ്ടായിരിക്കും. കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയാൽ കുറച്ച് സീനറിയൊക്കെ കാണാൻ പറ്റും. തലക്കേടില്ലാത്ത സ്ഥലം.
ഇടയ്ക്ക് വേറൊരു ഓർഡർ അടിച്ചു ചേട്ടാ. എനിക്ക് ഓർഡർ അടിച്ചായിട്ട് എൻ്റെ ഇയർപോഡിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത്ര ദൂരെ നിന്നൊക്കെ ഓർഡർ അടിച്ചു. അയ്യോ, കാന്താരി റെസ്റ്റോറൻറ്റ് വല്ലതും ആണെങ്കിൽ 8-ന് പണി കിട്ടും. നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഈ സ്വിഗ്ഗിയുടെ എക്സ്പീരിയൻസ് വല്ലതും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് ഞാനൊരു വീഡിയോ ഇടാം. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഞാൻ ഇതിനകത്തുണ്ട്. ഇതേത് 28 രൂപയ്ക്ക് JK സ്വീറ്റ്സ് ആൻഡ് ബേക്സ്. നമുക്ക് നീ തിരിച്ച് വന്ന വഴി പോയിട്ട് വരുമുണ്ട്. കല്ലയം POS എന്തായാലും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. മുക്കോലയ്ക്കലാണ് സ്ഥലം വരുന്നത്. ഇവിടുന്ന് 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്കിത് തിരിച്ച് കേശവദാസപുരത്ത് കൊണ്ടുപോകാനും പറ്റും. സോ വെറും കൈയോടെ എന്തായാലും പോകേണ്ടി വരില്ല. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫുള്ളിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് വല്ലപ്പോഴും എടുക്കുന്ന ഇത് വേണമെങ്കിൽ ഇട്ടേക്കാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് ഓർഡർ അടിക്കുന്ന കാര്യം. ഇവിടുന്ന് റൈറ്റ് എന്നാകണ്ടോ പറയണത്. ഇതുവഴി എനിക്ക് ഈ സ്ഥലം വലിയ പിടിയില്ല. പിന്നെ എൻ്റെ ചെയിൻ കുറച്ച് ടൈറ്റ് ആവുന്നല്ലോ. ചെയിനല്ല, എൻ്റെ ഗിയർ കുറച്ച് ടൈറ്റ് ആവുന്നു. മിക്കവാറും ലൂബ് തീരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇതിൽ മോട്യൂളിൻ്റെ വലിയ കുപ്പി ലൂബ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് 550 രൂപയോളമായി. എൻ്റെ അമ്മ എല്ലാം മണി കിടന്ന് കൊല്ലുന്നുണ്ട്. സെക്കൻഡ് എൻ്റെ ഫോൺ ഹോൾഡർ ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്ക് മൊബൈൽ എൻ്റെ ഹാൻഡിലിൽ പിടിപ്പിക്കാൻ കുറച്ച് പേടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പം, അത് ഈ ബൈക്കിലല്ല, ഒരു സ്കൂട്ടറിൽ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഫോൺ തെറിച്ച് പോയി. അങ്ങനെ അതോടെ എനിക്ക് ഫോൺ ഹോൾഡറിൽ വെക്കാൻ കുറച്ച് പേടിയാണ്. ഇൻ കേസ് കയ്യിൽ നിന്ന് പോണെങ്കിൽ, കയ്യിരിക്കണ ഫോൺ ഓൾമോസ്റ്റ് 40,000 രൂപയുടെ ഫോണാണ്. എൻ്റെ കയ്യിരിക്കുന്ന ഫോണ് സാംസങ് ഗാലക്സി A72 ആണ്. ഇത് ഓൾമോസ്റ്റ് 40,000 രൂപയോളമായി ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ. ഇപ്പം വില കുറഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ സീരീസ് മോഡലൊക്കെ നല്ല മോഡലൊക്കെ ഇറങ്ങി കാണാമല്ലോ. അതോ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോഴും ഓൾമോസ്റ്റ് സെയിം വാല്യൂ തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും നിങ്ങൾ നോക്കി A72യുടെ പ്രൈസ് ഇപ്പോൾ എത്രയാണെന്നൊന്ന് നോക്ക്. ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 35,000 40,000 എന്തോ. ഞാൻ ഇത് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച സാധനമാണ്. കൊറോണയുടെ ഒന്നാണ് ഞാൻ എടുക്കുന്നത്. ഓൾമോസ്റ്റ് 3-4 വർഷമായി. ഈ റെസ്റ്റോറൻറ്റ് എവിടെയായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം ഒരു എത്തും പിടിയും ഇല്ല. ഇതിൻ്റെ അതൊക്കെയാണെങ്കിൽ റോഡ് വളരെ മോശമാണ്. എസ്പെഷ്യലി അങ്ങോട്ട് വട്ടപ്പാറയുടെ സൈഡ്. ഞാനിപ്പോൾ വട്ടപ്പാറയുടെ അങ്ങോട്ട് ഒരു കേക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. ഒരു PMS കോളേജ്, മെഡിക്കൽ കോളേജ്. എന്നെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കുമെന്നാണ് എനിക്കൊരു പേടി കേട്ടാ. ഇവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ട് എടുക്കാനാണോ പറയണത്? ലെഫ്റ്റാണോ താഴെ? ഇപ്പോൾ ചത്ത തരാൻ ശരി. മീറ്ററാകട്ടെ ഫ്രണ്ടിലോട്ട് പോകാനാണ് പറയാം. ഞാൻ എൻ്റെ പോക്കറ്റിൽ ഫോൺ വെച്ചിട്ട് ഇയർപോഡ് വെച്ചാണ് ഞാൻ ഇപ്പോൾ മാപ്പൊക്കെ ഗൈഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. ചിലപ്പം പണിയൊക്കെ തരാറുണ്ട് അതിനകത്തിരുന്ന്. ആക്സിഡൻറ്റൽ ടച്ച് വഴി എനിക്ക് ഇടയ്ക്ക് പണി തരാറുണ്ട്. വടക്കന്തളികയിലെ ബസ്സിൻ്റെ മോഡലാണത്. എന്തായാലും മിക്കവാറും ഞാൻ അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഈ മാസം തന്നെ ഞാൻ സ്വിഗ്ഗിയുടെ ഒരു വീഡിയോ ക്രിയേറ്റ്
വിചാരിച്ചു ഭയങ്കര തേപ്പായതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഫുൾ പെട്രോൾ അടിച്ച് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു. ചുമ്മാ ഞാൻ അന്നൊരിക്കൽ നന്ദൻകോടോ ഞാണ്ടൂർക്കോണോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തോട്ട് പോയല്ല. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അത്. ഇവിടുന്ന് ഇപ്പം മാപ്പിൽ എന്തോ പറഞ്ഞായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. സ്ലൈഡ് ലെഫ്റ്റ് എടുത്ത് ഇവിടെ കണ്ടാണ് കേട്ടോ. ഇവിടെ ലെഫ്റ്റിൽ എങ്ങോട്ടാണ് കണ്ടാണെന്നാണ് പറയണത്. ബാക്കിലാണെന്ന് തോന്നുന്നു കേട്ടോ. സോ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് നമ്മൾ അധികം റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം ഇനിയിപ്പം പോലീസ് പിടിച്ച എട്ടിൻ്റെ പണി കിട്ടും. സോ നമുക്ക് ഫുഡ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇനി വേറൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.